10-12 ചെറിയ മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 10-20 ചെറിയുള്ളിയും 5-6 അല്ലി വെളുത്തുള്ളിയും 12-15 അവനവൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയതും ഒരു 2 കഷ്ണം കുടംപുളി അത് നന്നായി കുതിർത്തെടുത്ത ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് ചെറിയ തീയിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ നന്നായിട്ട് റെഡി ആയിട്ട് വരും. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി മീൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട ശേഷം വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. വല്ലാതെ കുത്തി മറിച്ച് ഇളക്കരുത്, അപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകും. മത്തി മാത്രമല്ല ഏത് ചെറിയ മീൻ വെച്ചും ഇങ്ങനെ ചെയ്യാം.